ഇത് കണ്ട ആ മഹനീയ സ്ത്രീ തന്നെയാണ്. പണത്തിന്റെ ഒരു ശക്തി. അവരിങ്ങോട്ട് വന്നപ്പോ കുറച്ചു മുമ്പ് ഞാൻ അവർക്ക് വട്ടെന്ന് പറഞ്ഞാണ്. പക്ഷെ ഇപ്പൊ അവര് മഹനീയ സ്ത്രീയാണ് അല്ലേ? ശരിയാ. ആരുടെ ആയാലും ഈ കാശ് എങ്ങനെയാ നമ്മൾ എടുക്കുക? പിന്നെ എടുക്കാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വൻ വ്യവസായികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശ് കൊടുക്കും. അതൊരാചാരമാ, ഒരനുഷ്ഠാനം. കാലാകാലങ്ങളായി പിന്തുടർന്നു പോകുന്ന ആചാരങ്ങൾ നമ്മളായി മാറ്റിക്കളയരുത്. പാവം കിട്ടുമോളെ. അല്ല, എന്നാലും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരോടൊരു വിധേയത്വം വരുമെന്ന് ആലോചിക്കുമ്പോ ഇത്തിരി വിധേയത്വം വന്നു എന്ന് പറഞ്ഞ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അതുമല്ല, ഭരിക്കണമെങ്കിലേ കാശ് വേണം. പിന്നല്ലാതെ. അതുമല്ല, ഇതിപ്പോ ഇലക്ഷൻ ഫണ്ടാ. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞ എന്തുവാ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണം. അങ്ങനെ നോക്കുമ്പോ ഇതൊക്കെ ജനാധിപത്യപരമായ പണമാണ്. അപ്പോ തെറ്റില്ലല്ലേ? അല്ല, തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയപ്പോഴേ നമ്മുടെ ആശയവും കാഴ്ചപ്പാടും ഒക്കെ മാറിയോന്നൊരു സംശയം. എല്ലാം മാറണമല്ലോ ചേച്ചി. മാറ്റം ഇല്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അതാണ് മാറ്റം. അങ്ങനെയാണ് അറിവുള്ളവര് പറയുന്നത്. അപ്പോ കുറച്ചൊന്ന് മാറല്ലേ? എന്നാ ഞാൻ മാറി. ചേച്ചി, അല്ല മാഡം, എന്താ? അല്ല അത് ശരിയായില്ല ഏട്ടാ. സഹി ചേച്ചിയെ പോലെ ചേട്ടത്തി മത്സരിക്കല്ലേ, ലീലാവ് ചേട്ടത്തി. അവർക്ക് പിന്തുണ കൊടുക്കാത്ത എന്ത്? വരും, അവിടെ വരും. കുഞ്ഞുഞ്ഞാമ്മയുടെ വീട്ടിലും പോവും. എല്ലാവർക്കും പിന്തുണ കൊടുക്കും. അയ്യോ, അപ്പൊ ആരാ ജയിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ആര് ജയിച്ചാലും ജയിക്കുന്ന ആള് നമ്മുടെ ആളായിരിക്കണം. പാവം പണക്കാരുടെ ഓരോ പ്രശ്നങ്ങളെ. ചെവിക്ക് ചെവി അറിയരുത്. പിടിച്ചോ. മൊത്തം പോസ്റ്റിന് കീറിക്കളയണം എന്ന് മാത്രമല്ല, സതി പ്രസിഡന്റ് ആയാൽ ഈ നഗരം നരകമായി മാറുമെന്ന് കാരണ സഹിതം വീട് വീരാന്തരം കയറി പറയണം. കാവൽക്കാരനായിട്ടുള്ള ആള് പറയുമ്പോ ജനം വിശ്വസിക്കും. പക്ഷെ ചേച്ചി, എനിക്ക് ആകെ ഒരു വിറയില്. അവൻ്റെ ഒരു പേടി. പോടെ അവിടുന്ന്. ഞാൻ പ്രസിഡന്റ് ആയ പിന്നെ നീ ഈ നഗറിലെ ആജീവനാന്ത ഗൂർക്കയാ. അയ്യോ, നോക്കൂ ഗൂർക്കെ, അതായത് ഈ നഗറില് ഒരുപാട് മോഷണങ്ങൾ കൂടി വരുന്നുണ്ട്. ഇനി മോഷണങ്ങൾ അങ്ങനെ കൂടിയാൽ മോഷണം എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത പ്രസിഡന്റ് ആവാൻ പോകുന്ന ഞാൻ നിന്റെ പേരിൽ നടപടി എടുക്കും. അല്ല, എന്താണ് രാത്രി നിന്റെ ഇത്രയും കാശ് എങ്ങനെ ഇത്രയും വന്നു? നോക്ക്, ഞാൻ പറഞ്ഞു കള്ളന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പിടിച്ച് കെട്ടിയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. പൊയ്ക്കോളൂ. സ്നേഹനഗറിലെ പ്രസിഡന്റ് ആവാൻ ലീലാവതിക്ക് വോട്ട് ചെയ്യാ. കേരളത്തിന്റെ പൊന്നോമന പുത്രി സതീദേവിക്ക് വോട്ട് ചെയ്യാ. എന്തോ നാടേ പോസ്റ്ററിന്റെ അടുത്ത് കിടന്ന് കറങ്ങുന്നത് ഇങ്ങനെ. ചില ക്ഷുദ്രശക്തികൾ പോസ്റ്റർ കീറാൻ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ അവരെ സൂക്ഷ്മം നിരീക്ഷിക്കും. അത് ശരി, മിടുക്കൻ. നിന്നെ പോലൊരു ഗൂർക്കയാണ് ഈ നഗറിന് ആവശ്യം. അതെ, നോക്ക്, സതി പ്രസിഡന്റായി വന്നാ പിന്നെ നിനക്ക് ശമ്പളം ഡബിള്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടായോ? നോക്ക്, ഞങ്ങളുടെ ഔദ്യോഗിക വസതിയിൽ നിനക്കൊരു സ്പെഷ്യൽ കസേര തരാം. താറാവിനല്ല, പാറാവിന്. എല്ലാം എന്റെ മുജ്ജമ്മ പുണ്യം. ഓ ശരി, പോട്ടെ. ശരി. പിന്നെ ഒരു കാര്യം. എന്താ സാർ? അത് നമ്മുടെ സതിക്കേ വീട് വീടാന്തരം കയറി വോട്ട് പിടിക്കണം. ഓ, എന്തൊരു സ്നേഹം. പോസ്റ്റർ കുറച്ചുകൂടി അമർത്തി ഒട്ടിക്കാണ്. സഹോദര, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സതിയെ കുഞ്ഞുഞ്ഞമ്മയെ വിജയിപ്പിച്ചോണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ചെല്ലണം, സഹോദരൻ ചെല്ലണം. ഓക്കെ, മറക്കല്ലേ. ചേട്ടത്തി അങ്ങനെ പറയരുത്, അവർക്ക് പ്രയോജനമുണ്ട്. അങ്ങനെ പറയരുത്. അത് ശരിയാ. കംപ്ലീറ്റ് സംഗതിയിൽ അടിച്ചു മാറ്റിക്കളയും. എന്നാ വേണ്ട. അരുല്ലേ? അയ്യോ, ധാരാ വരുന്ന നോക്കിയേട്ട. കൊള്ളാം, എനിക്ക് അറിഞ്ഞൂടെ. ഇതാരാ വരുന്നത്?
അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, വോട്ട് എനിക്ക് തന്നെയാണല്ലോ. വോട്ട് ഞാൻ തരില്ല. പകരം നോട്ട് തരാം, നോട്ട്. അയ്യോ അയ്യോ മാഡം ഇത് സംഭാവന, ഇലക്ഷൻ സംഭാവന. മാഡം സഹിച്ചേച്ചിയും കൊടുത്തു രൂപ. അപ്പൊ ആരാ ജയിക്കാൻ പോണെന്ന് എനിക്കറിയില്ലല്ലോ. ആര് ജയിച്ചാലും എനിക്ക് ഗുണമുണ്ടാവും. ഒരു പാവം പണക്കാരിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് നോക്കു കുട്ടികളെ. അല്ല മാഡം, ഈ കാശ് തരുന്നത് ഒരു പാല ഇടുന്നത് ഒരു വശത്തേക്ക് മാത്രം നടക്കാനാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണം. അതിനാ ലീലാവതിക്കും ഗുണം കിട്ടണം, എനിക്കും ഗുണം കിട്ടണം. അതിനെ പാവപ്പെട്ട പണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അല്ല പിന്നെ വാങ്ങണം ചേട്ടത്തി, ധൈര്യമായിട്ട് വാങ്ങണം. വാങ്ങാല്ലേ? പിന്നെ വാങ്ങാം വാങ്ങാം. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. അതെ അതെ അതെ, എല്ലാം പറഞ്ഞ പോലെ. രണ്ടെണ്ണം വേണ്ടേ? കുട്ടി തൊരപ്പനളവി കൃപീകരിക്കും. കുട്ടി എന്താ ഇതൊന്നും പ്രകടന പത്രിക, എന്റെ പ്രകടന പത്രിക. എന്റെ മനസ്സാകുന്ന നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിലേക്ക് കുട്ടി മാർക്ക് ചെയ്ത് കയറിയ ഞാൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരണമാണിത്. ഞാനും ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട് അമ്മാവ. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ? എനിക്കൊരു കോപ്പി തരുമോ? തരാം, കയ്യോടെ തരാം. എന്നെ ശല്യപ്പെടുത്താൻ വരുന്നവരെ കയ്യോടെ തരും. അതാണ് എന്റെ പ്രകടന പത്രിക. ഞാൻ ഇപ്പൊ തരാം. ഇന്നത്തോടു കൂടി ഇങ്ങനെ ഞാൻ ശരിയാക്കും. നിൽക്കുക അവിടെ. ഭഗവാനെ, ദേ ഈ സതിയെ കൈവിടരുത്. ഇത്തവണ ഇലക്ഷനിൽ ഞാൻ ജയിച്ചില്ലെങ്കിൽ അമ്മയാണ് സത്യം. ഞാൻ ദേ അകത്ത ഫാനില് കുഞ്ഞെ, ദൈവത്തിന്റെ മുമ്പിൽ ഇന്നോട് അവങ്ങളമായിട്ടൊന്നും പറയരുത്. ഫാനിൽ തൂങ്ങാൻ നമുക്ക് അവകാശമുണ്ട്, പക്ഷെ ജീവനെടുക്കാൻ ഭഗവാനെ സാധിക്കും. കുട്ടി പറഞ്ഞത് നേരാ മോളെ, വളരെ നേരാ. ചേച്ചി സമാധാനിക്കും. പ്രചരണം കഴിയുമ്പോ ജനം ചേച്ചിയുടെ ഭാഗത്തായിരിക്കും നിറയുക. ദേ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിക്കുക. പ്രചരണത്തിന് സർവശക്തിയും പിന്തുണയും നൽകണമേ അമ്മേ ശക്തി. ചക്കര പിള്ളാടിയേ, ചക്കര മോളെ, ചക്കര കുട്ടിയെ, ഇതാണ് സതിയാൻ. അമ്മയും അച്ഛനും ഓഫീസിൽ നിന്ന് വരുമ്പോ മോള് പറയണം, സതിയാന്റി മോളോട് വാത്സല്യം കാണിച്ചു, സ്നേഹം കാണിച്ചു, ഓട്ടെല്ലാം സതിയാന്റിക്ക് കൊടുക്കണോന്ന് എന്നൊക്കെ പറയണം കേട്ടോ. അയ്യോ ചേച്ചി, അയ്യോ എന്ത് പറ്റി? എന്താ മോളെ കാര്യം? എന്നെ പേടിപ്പിക്കുന്നു. അയ്യോ അയ്യോ അല്ല അയ്യോ അല്ലമ്മേ, ഞങ്ങള് വോട്ട് ചോദിച്ചതാ. കൊച്ചു പിള്ളേരാടാ അന്ന് വോട്ട് ചോദിക്കുന്നേ. മോളെയും കരയിപ്പിച്ചോണ്ട് ഇനി വോട്ടില്ല. അയ്യോ അമ്മ അങ്ങനെ പറയരുതേ മോളെ. വാ മോളെ. മോളെ അയ്യോ അങ്ങനെ പറയരുതേ, ഒരബദ്ധം പറ്റിയതാ. ഡുങ്ങിണി മണിക്ക് ഇങ്ങനെ മണി എന്ന് വിളിച്ചപ്പോ കൊച്ചു കാരിച്ച പിള്ളേരെ വീട്ടുകാരനായിട്ട് വോട്ടും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരു വോട്ട് പിടിക്കാൻ നോക്കുമ്പോ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് തീരെ സന്തോഷമില്ല. നഗരകാര് മൊത്തത്തിൽ എതിരാ. ജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്റെ പ്രഷർ കൂട്ടരുത്, പ്രഷർ കൂട്ടരുത് എന്നാമേ. അന്നാമ്മ മട നഗരക്കാരോടൊന്ന് പറഞ്ഞ എല്ലാരും വോട്ട് ചെയ്യും. ഏയ്, ഞങ്ങൾ പണക്കാർ ഡയറക്റ്റ് ആയി ഒരു പാർട്ടിയോട് അപക്ഷം കാണിക്കാൻ പാടില്ല. അത് ശരിയല്ല. ഞങ്ങൾ അണിയറയിൽ നിൽക്കേ ഉള്ളൂ. അപ്പൊ അന്നാമ്മ മേഡം എന്നെ കൈവിട്ട് കളയുന്നാണോ പറയണേ? ഈ ജയിക്കുന്ന പാർട്ടി ഏതാണോ അതാണ് എന്റെ പാർട്ടി. അതാ ഞാൻ പറയുന്നത്. സ്നേഹനഗരംഗങ്ങളെ, ചേട്ടത്തിയാണ്, അല്ല ലീലാവതിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. നമ്മുടെ ലീലാവതി എവിടെയുണ്ടോ അവിടെ അഭിവൃദ്ധിയുണ്ട്. പ്രിയപ്പെട്ട സ്നേഹനഗരംഗങ്ങളെ, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ലീലാവതിയെ വൻപിച്ച 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 ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ലീലാവതിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി, മറ്റാരുമല്ല. ലീലാവതി, ലീലാവതി, ലീലാവതി. സതിക്ക് മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ലീലാവതിയെ വിജയിപ്പിക്കൂ. ലീലാവതി നമ്മുടെ സ്ഥാനാർത്ഥി സതി. പ്രിയമുള്ള നഗരവാസികളെ, മറ്റന്നാൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടുകളും സതിക്ക് നൽകി സതിയെ വിജയ തിലകം അണിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. മറ്റന്നാളത്തെ പൊന്നിൻ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ പ്രിയമുള്ള നഗരവാസികളെ മറക്കരുത്, നമ്മുടെ സ്ഥാനാർത്ഥി സതി
സതി സതി സതി ഒരൊറ്റ സതി ഒരൊറ്റ നഗർ. ഒന്ന് നിക്കണം. ലീലാവ് ചേച്ചി, ചേച്ചിയെ വിളിക്കുന്നേ. വാ വാ വാ. അപ്പൊ രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലേ? ദേ ഈ കുഞ്ഞുഞ്ഞമ്മയെ തോപ്പിച്ച് നഗർ ഭരിക്കാന്ന് ഒരു സതിയും ഒരു ലീലാവതിയും സ്വപ്നം കാണണ്ട. അയ്യോ, സ്വപ്നമല്ലേ സഹോദരി, സത്യമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോണേ. ഈ നഗർ കുറച്ചു കാലം ഇനി എന്റെ കയ്യിലായിരിക്കും. അയ്യോ, പെങ്ങളെ കുളിയാ വെള്ളം. ദേ ഞാൻ ആരാണെന്ന് വിചാരിച്ചത്? ഈ സ്നേഹനഗറിന്റെ ഭരണം എന്റെ കയ്യിൽ നിന്ന് പോകുന്ന ദിവസം ഞാൻ പരസ്യമായി കെട്ടി തൂങ്ങിച്ചാവും. അയ്യോ, എന്നെ വെറുതെ മോഹിപ്പിക്കല്ലേ. എന്തായാലും കയറ് കമ്പക്ക് റെഡിയാക്കി വെച്ചോളണം. ഞങ്ങളുടെ പെങ്ങളെ കളിയാക്കാറുണ്ടല്ലോ. ഞങ്ങളുടെ പെങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനാ, മനസ്സിലായോ? അയ്യോ, ജീവൻ കുറെ കാലം കൂടി കൊണ്ട് നടക്കണമെങ്കിലേ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കാൻ പറ പെങ്ങളോട്. അയ്യോ ചേച്ചി, ഇങ്ങനെ പരസ്യമായിട്ട് വിഴുപ്പലക്കല്ലേ, ആൾക്കാർ ചിരിക്കും. ആൾക്കാര് ഇതുവരെ കരയായിരുന്നു. ഭരണം മാറുന്നതോടെ അവര് ചിരിച്ചു തുടങ്ങാൻ പോകുന്നേ. ഞങ്ങളുടെ പെങ്ങളെ അവഹേളിച്ചോണ്ടല്ലോ. ഓ, എന്ത് ചെയ്യും? വേണ്ട വേണ്ട വേണ്ട, ആട്ടിൻകുട്ടി ആനയെ വെല്ലുവിളിച്ച ആന ചൂടാവും. ആട്ടിൻകുട്ടിയെ പോലെ ഇരുന്ന ആളെ തടിച്ചു കൊഴുത്ത ആനയായത് നഗറിന്റെ കാശ് കൊണ്ടാ, അത് ഓർമ്മ വേണം. നോക്ക്, എന്നെ അഴിമതിക്കാരിയായി ചിത്രീകരിച്ചാലുണ്ടല്ലോ. ഓ, സത്യം പറയുമ്പോ ചൂടായിട്ട് കാര്യമില്ല. ഞാൻ ഇനി പറയും. ചോണയുണ്ടെങ്കിൽ ഇനി പറഞ്ഞു നോക്ക്. ഒരു പ്രസിഡന്റ് എത്രത്തോളം തറയാവെന്ന് ഞാൻ കാണിച്ചു. അയ്യോ, ഇതിൽ കൂടുതൽ നീ ഇപ്പൊ എന്ത് തറയാവാനാ ഇന്ന് ഞാൻ എന്താ ഇതിൽ ഞാൻ കാണിച്ചത്? അയ്യോ, പിടിച്ച് മാറ്റില്ലേ? അയ്യോ, പിടിച്ച് മാറ്റില്ലേ? ആരും പിടിച്ച് മാറ്റരുത്. ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി. മാറി, മാറി, മാറി. തല്ലി തന്നെ തീർക്കണം. ആ, തല്ലി തന്നെ തീർക്കണം. ആ, ഈ നഗറിലെ കാശ് മുഴുവൻ എങ്ങോട്ടാ പോയെന്ന് എല്ലാവർക്കും അറിയാലോ. അയ്യോ, ഇങ്ങനെ കഥ വെച്ചോണ്ട് നിൽക്കാതെ തല്ല്. എന്നെ തോന്നിക്കാൻ ആരും വിചാരിക്കട്ടോ. അയ്യോ സഹോദരന്മാരെ സഹോദരിയെ വിട്, തല്ലട്ട് തല്ല്, കഥ വെക്കല്ലേ, തല്ല്. അയ്യോ, ടീച്ചറെ ലീലാവതി ചേച്ചിയെ വിട്, തല്ല് ഇങ്ങോട്ട്, തമ്മിൽ തല്ല്, അടി. എന്ത് നോക്കിക്കോ? ഓ, ഞങ്ങള് തമ്മിൽ തല്ലിയിട്ട് വേണം സതി തെരഞ്ഞെടുപ്പ് ജയിക്കാനല്ലേ? അല്ല, അപ്പൊ അങ്ങനാണല്ലോ, സതി ചേച്ചിയാണല്ലോ ജയിക്കാൻ പോകുന്നത്. എന്നാരാ പറഞ്ഞേ? അത് ശരി, ഇപ്പൊ എന്റെ നേർക്കായ നിന്റെ സതി ചേച്ചി ഞാൻ അങ്ങോട്ട് വോട്ടിന് തോപ്പിക്കും. മൂന്നുപേരുടെ ഇങ്ങനെ പ്രശ്നം നാട്ടുകാർ കാണും. അതിപ്പോ നാട്ടുകാർ പ്രത്യേകിച്ച് എന്തോന്ന് പറയാം, എല്ലാരും കണ്ടതല്ലേ. താടി ചൗക്കുറ്റി കടിക്കല്ലേ കേട്ടോ. അവൻ താടി അമ്മ, ഞാൻ കാല് പിടിച്ച് അയ്യോ, എന്താ ഇത്? മാറിക്ക് അങ്ങോട്ട്. എന്താ ഇത്? മൂന്ന് പേരെ ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുക. അടി അട്ടകാസം ഒന്നും വേണ്ട. അയ്യോ, പോകാനല്ലേ പറഞ്ഞേ? പോകാനാ പറഞ്ഞേ. വാ ടീച്ചറെ. അല്ല, ഈ എടുത്തോളാം കേട്ടാ. എന്താ എന്താ അല്ല, അത് പിന്നെ സതിച്ചാണല്ലോ ഇവിടെ നിനക്കെന്താ ഇവിടെ ജയിക്കുന്നത്. കാര്യം? എനിക്കെന്താ കാര്യം? എന്താ കാര്യം? കട്ടപ്പം നിന്നപ്പോ പോവാണല്ലോ. പോയിക്കേ, ഓക്കെ, പോകാനല്ലേ പറഞ്ഞത്? പോവാണല്ലോ ചേച്ചി, പിന്നെന്താ? യഥാർത്ഥത്തിൽ സ്നേഹനഗർ ഭരിക്കാൻ പോകുന്നത് ഈ അന്നാമ്മയാ. അത് ഈ പാവങ്ങൾക്ക് അറിഞ്ഞൂടാ. കഷ്ടം. അയ്യോ, നിങ്ങൾ എന്താ കാണിക്കുന്നത്? നീ എന്താ ഇപ്പൊ കാണിച്ചത്? നിനക്ക് കണ്ണ് കാണുവോ? മലയാളം അറിയോ? എന്റെ വായിക്കടി, വായിക്ക്, വായിക്കടി. കുഞ്ഞുഞ്ഞമ്മ ബുക്കട്. വാടകക്കാരും വരുത്തന്മാരാ ഇപ്പൊ ഈ നാട്ടിലെ പ്രമാണികള്. ഇവിടെ ജനിച്ചു വളർന്നവർക്ക് സ്ഥാനം വെളിക്ക് പുറത്ത് സമ്മതിക്കില്ല. സൗഭാഗ്യലക്ഷ്മി സമ്മതിക്കില്ല. സ്നേഹനഗറിൽ ഒരു ഒറ്റ പ്രസിഡന്റേ ഉള്ളൂ, അത് കുഞ്ഞുഞ്ഞമ്മ. കുഞ്ഞുഞ്ഞമ്മ തന്നെ. നീ എന്താ നോക്കുന്നത്? പിടിച്ചില്ലടി. അല്ല, ചൂടാവുമ്പോഴേ ചേച്ചിക്ക് ഒരു പ്രത്യേക ഭംഗിയാ.
കൺഫ്യൂഷനിലാക്കല്ലേ. സത്യം മൊഹൊക്കെ അങ്ങട് ചുമന്ന് തുടുത്ത്. ഈശ്വര, ഈ കുട്ടി ഇതെന്തൊക്കെയാ പറയുന്നത്? എന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ടോ? ആനക്ക് ആനയുടെ വലിപ്പം അറിഞ്ഞൂടാ. വെറും ഒരു ജോലിക്കാരിയായി എനിക്ക്. മാണിക്ക് കുപ്പത്തൊട്ടി കിടന്നാലും തിളങ്ങിയും കൊണ്ടല്ലേ കിടക്കണേ. ഈശ്വര, ഈ കുട്ടി എന്നെ ആകെ കൺഫ്യൂഷനിലാക്കുകയാണല്ലോ. എനിക്ക് ചൂടാകാൻ പറ്റുന്നില്ലല്ലോ. ചൂടാവണം ചേച്ചി, ഇനിയും ചൂടാവണം. ഞാൻ പറഞ്ഞില്ലേ, ദേഷ്യം വരുമ്പോഴേ ചേച്ചിയുടെ കവളിന്റെ ഈ ഭാഗത്തുള്ള ആ തുടുതുടുപ്പ്. കുഞ്ഞുഞ്ഞമ്മ ബുക്കട് മായ്ച്ചു മായ്ച്ചു ഒട്ടിച്ചോളൂ, നിറച്ചൊട്ടിച്ചോളൂ. ദാ ഇവിടെ 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 നിറച്ചൊട്ടിച്ചോളൂ എല്ലായിടത്തും. അല്ല ചേച്ചി, കുഞ്ഞുഞ്ഞാമ്മ മാഡത്തിന് വേണ്ടി ബുക്ക് ചെയ്ത മതിലല്ലേ ഇത്? കുട്ടിയോട് ഞാനൊരു രഹസ്യം പറയട്ടെ. ഈ മതിലും മരമൊന്നും ആരുടെയും സ്വത്തല്ല, ആരുടെ അവകാശ സ്വത്തുമല്ല. മരിച്ചു പോകുമ്പോ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോകുമോ? ഇല്ലല്ലോ. കുട്ടി ഒട്ടിച്ചോളൂ കേട്ടോ. ഈശ്വരാ, കുട്ടി എന്താ നേരത്തെ പറഞ്ഞത്? ദേഷ്യം വരുമ്പോഴേ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയാന്ന്.